എല്ലാ മണ്ഡലങ്ങളിലും വോട്ടെണ്ണൽ തുടങ്ങുകയായി. തപാൽ വോട്ടുകൾ എണ്ണാൻ എടുക്കാൻ പോവുകയാണ്. അതായത് സംസ്ഥാനത്ത് ആര് ഭരിക്കും, കേരളം ആര് ഭരിക്കും എന്ന് തീരുമാനിക്കുവാനുള്ള വോട്ടെണ്ണൽ ഇതാ തുടങ്ങാൻ പോവുകയാണ്. ഒറ്റ മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. അതെ, സംസ്ഥാനം ആര് ഭരിക്കുമെന്ന നിർണായക ചോദ്യത്തിന് ഉത്തരം നൽകുകയാണ്. ഒരു മാസത്തോളം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കേരളം ഇനി ആര് ഭരിക്കുമെന്ന ഉത്തരം. വോട്ടെണ്ണൽ തുടങ്ങി. കൗണ്ടിംഗ് സ്റ്റേഷനുകളിൽ വോട്ടെണ്ണൽ തുടങ്ങിയിരിക്കുകയാണ്. ഏത് നിമിഷവും ആദ്യ ലീഡ്, എവിടെ നിന്നാണ് ആദ്യ ലീഡ് വരുന്നത് എന്നതിന്റെ ആകാംക്ഷയാണ്. ഇന്ന് വയനാടാണ് കൂടുതലും വളരെ വേഗത്തിൽ ഈ വോട്ടെണ്ണൽ പ്രക്രിയ തുടങ്ങിയത്. സ്ട്രോങ് റൂം തുറക്കുന്നത് മുതൽ അവിടെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല വയനാട് ജില്ലയിൽ. വയനാട് നിന്നാണോ ആദ്യ ഫലസൂചന വരുന്നതെന്ന് കാണാം. അതോടൊപ്പം തന്നെ പ്രമുഖർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ആദ്യ സൂചനകൾ കിട്ടിത്തുടങ്ങും അല്പസമയത്തിനകം. എന്തായാലും നിമിഷങ്ങൾ എണ്ണി കാത്തിരിക്കാം കേരളം ആര് ഭരിക്കും എന്നതിന് അറിയുന്നതിന് വേണ്ടി. പ്രേക്ഷകർ കാത്തിരിക്കുക. ആ സുപ്രധാനമായ കാത്തിരിപ്പ് കേരളം ഒരു മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ വോട്ടെണ്ണൽ ആരംഭിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, വരുന്ന മിനിറ്റുകളിൽ ആദ്യ സൂചനകൾ അറിയാം. തപാൽ വോട്ടുകളാണ് എണ്ണുന്നത്. ശ്രദ്ധിക്കുക, 53,000-ൽ പരം തപാൽ വോട്ടുകളാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരുന്നത്. 20,000-ൽ പരം വോട്ടുകൾ ഇന്നലെ വരെ കണക്കനുസരിച്ച് തിരിച്ചു വന്നിട്ടുണ്ട്. ഇന്ന് ഈ 8 മണി വരെയുള്ള തിരിച്ചു വരുന്ന കണക്ക് കൂടി ചേർത്ത് ഉള്ള തപാൽ വോട്ടുകളാണ് കൗണ്ട് ചെയ്യപ്പെടുക. തപാൽ വോട്ടുകളുടെ കണക്കുകൾ പതിയെ അപ്ഡേറ്റ് ചെയ്യുള്ളൂ. പക്ഷേ ഞങ്ങളുടെ പ്രതിനിധികൾ കൗണ്ടിംഗ് സെന്ററിൽ നിന്നും നേരിട്ട കണക്കുകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ശ്രദ്ധിക്കുക, EVM വോട്ടുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ തപാൽ വോട്ടുകളുടെ ആദ്യ സൂചനകൾ ന്യൂസ് 18 പുറത്തുവിടും. 8:10 കാത്തിരിക്കുക. വെറും 10 മിനിറ്റിനുള്ളിൽ ആദ്യ സൂചന ന്യൂസ് 18 സ്ക്രീനിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തും. കേരളം എങ്ങനെയാണ് ചിന്തിക്കുന്നത്? തപാൽ വോട്ടുകളുടെ പൊതുചിത്രം എത്രയാണ്? മനുഷ്യ പൊതുവിൽ തപാൽ വോട്ടുകൾ ഇടത് അനുകൂലം എന്നതാണ് പൊതുവെ അങ്ങനെ വരാറുണ്ട്. അങ്ങനെ ട്രെൻഡ് കാണാറുള്ളതാണ്. കഴിഞ്ഞ തവണയൊക്കെ ആ ട്രെൻഡിൽ മാറിയിട്ടുണ്ട്. പലയിടങ്ങളിലും UDF മേൽക്കൈ കിട്ടിയിട്ടുമുണ്ട്. എന്തായാലും തുടക്ക സമയത്ത് ആർക്കായിരിക്കും ലീഡ്? ഓരോ നിമിഷവും കാത്തിരിക്കുകയാണ്. ആദ്യ സൂചന വരുന്നത് കാത്ത് പാലായിൽ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങി. അല്പസമയത്തിനുള്ളിൽ തന്നെ ആരാണ് ലീഡ് ചെയ്യുന്നതെന്ന് അറിയാൻ കഴിയും. നിമിഷങ്ങൾ എണ്ണി കാത്തിരിക്കാം ഏത് മണ്ഡലത്തിൽ നിന്നാണ് ആദ്യ സൂചന വരുന്നത് എന്ന്. വയനാട് തുടങ്ങിക്കഴിഞ്ഞു. വയനാട് 3 മണ്ഡലങ്ങളിലും വോട്ടെണ്ണൽ തുടങ്ങി. ചില വളരെ കുറച്ച് മണ്ഡലങ്ങളിൽ മാത്രമാണ് വോട്ടെണ്ണൽ അല്പമെങ്കിലും വൈകിയത്. അതിൽ കളമശ്ശേരിയും ഉൾപ്പെടുകയാണ്. തിരുവമ്പാടിയിൽ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങി എന്നുള്ള റിപ്പോർട്ട് വരുന്നു. അങ്ങനെ ഓരോ മണ്ഡലത്തിൽ നിന്നും പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങിയെന്ന റിപ്പോർട്ടുകൾ വരികയാണ്. നിയമത്തട്ടിമറി ഉണ്ടാകുമോ, കഴക്കൂട്ടത്ത് BJP നേടുമോ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നു. അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലും പല ഇടങ്ങളിലും ഇപ്പോൾ ചാത്തന്നൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ വലിയൊരു അട്ടിമറി BJP പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ ഉണ്ടാകുമോ? കൊല്ലം തിരിച്ചുപിടിക്കുവാൻ, കൊല്ലത്ത് നേട്ടമുണ്ടാക്കുവാൻ UDF കഴിയുമോ? പത്തനംതിട്ടയിൽ 5-5 നേടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ UDF വെച്ച് പുലർത്തുന്നു. പക്ഷേ ഇല്ല എന്ന് LDF പറയുന്നു. കോട്ടയത്ത് കഴിഞ്ഞ തവണ ഉണ്ടായ ചെറിയൊരു നഷ്ടം നികത്തുവാൻ UDF ശ്രമിച്ചിരുന്നു. ആദ്യ തവണ ഫലവത്താകുമോ തുടങ്ങിയ ഒട്ടേറെ ചോദ്യങ്ങൾ. തിരുവമ്പാടി വോട്ടെണ്ണൽ കേന്ദ്രം, അവിടെ വോട്ടെണ്ണൽ തുടങ്ങി എന്നുള്ള വിവരം വരുന്നു. അങ്ങനെ ഓരോയിടത്തു നിന്നും റിപ്പോർട്ടർമാർ നമുക്ക് വിവരങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം കാത്തിരിക്കൂ എന്നാണ് ഓരോ റിപ്പോർട്ടർമാരും പറയുന്നത്. കൊല്ലത്ത് പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങി. ബിന്ദു കൃഷ്ണയാണോ ജയമോഹനാണോ ആദ്യ റൗണ്ടിൽ മുന്നിലെത്തുക എന്നുള്ള കാര്യം അല്പസമയത്തിനകം അറിയാൻ കഴിയും. കൊല്ലത്തും തുടങ്ങി, പാലായിലും തുടങ്ങി. എന്തായാലും പ്രേക്ഷകർ ന്യൂസ് 18 സ്ക്രീനിൽ നിന്നും കണ്ണിമച്ചെന്നാതെ വിടാതെ നോക്കിയിരിക്കുക. കൃത്യമായ സ്ക്രീനിലെ അപ്ഡേഷൻ ഉടൻ തന്നെ വരും. 8:10 കൂടി ഞങ്ങൾ അതോടൊപ്പം തന്നെ മറ്റു സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട്. ബംഗാളിൽ 4 സീറ്റിൽ BJP മുന്നിൽ, തൃണമൂൽ 1 സീറ്റിൽ മുന്നിൽ എന്നുള്ള വിവരം കൂടി വന്നിട്ടുണ്ട്. പശ്ചിമ ബംഗാളിന്റെ ആദ്യ സൂചനകൾ BJPക്ക് അനുകൂലമെന്ന്. കേരളത്തിൽ LDF 1 സീറ്റിൽ മുന്നിൽ, UDF 1 സീറ്റിൽ മുന്നിൽ. അത് ഏത് മണ്ഡലത്തിന്റെ സൂചനയാണ് ആദ്യം പുറത്തു വന്നിരിക്കുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിന്റെ സൂചനകളും പുറത്തു വരുന്നു. ഇതാ ഉടൻ തന്നെ 1 LDF 1 UDF എന്നുള്ളതാണ് പോസ്റ്റൽ ബാലറ്റുകളുടെ ആദ്യ റൗണ്ടിലേക്ക് കടക്കുന്നു. പോസ്റ്റൽ ബാലറ്റ് ആണ്. അവിടെയാണ് 1 എന്നുള്ള ക്രമം. തമിഴ്നാട്ടിൽ DMK 1 സീറ്റിൽ മുന്നിൽ. പോസ്റ്റൽ ബാലറ്റുകളുടെ കണക്കെടുപ്പിൽ ഇടതുമുന്നണി 2 സീറ്റുകളിലേക്ക് വരുന്നു. UDF 1 സീറ്റ്. ഏത് മണ്ഡലം എന്ന് അപ്ഡേറ്റ് ചെയ്യപ്പെടണം. എന്തായാലും കൃത്യമാണ്. തപാൽ വോട്ടുകളുടെ ആദ്യ സൂചനകൾ പുറത്തു വരുന്നു. ഇടതുമുന്നണി നേരിയ വോട്ടുകൾ. പൊതുവെ LDF ഒരു മുന്നേറ്റം കിട്ടാറുള്ളതാണ്. 2-2 എന്നുള്ള രീതിയിലായിരിക്കുകയാണ്. LDF 2, UDF 2 എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ കണക്ക്. UDF 2, LDF 2 എന്നുള്ളത് ഓരോ നിമിഷവും ഓരോ സ്ഥലത്ത് നിന്നുള്ള വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ട് ഇരിക്കുന്ന ഒരു നിമിഷമാണ്. ആറന്മുള മണ്ഡലം, അവിടെ വോട്ടെണ്ണൽ തുടങ്ങി. ഓരോ റിപ്പോർട്ടർമാരും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആദ്യ നിമിഷങ്ങളിൽ അല്പം പ്രേക്ഷകർ കാത്തിരിക്കേണ്ടി വരും. കാരണം കുറച്ച് തടസ്സങ്ങൾ വരും തുടക്ക സമയത്ത്. അതിനുശേഷം പെട്ടെന്ന് ഫലത്തിലേക്ക് പോകാം. 2-2 തന്നെയാണ് ഇപ്പോഴും വന്നിരിക്കുന്നത്. അത് തന്നെയാണ് എനിക്ക് കിട്ടുന്ന ഡേറ്റ അനുസരിച്ചും അങ്ങനെ തന്നെയാണ്. പലരും ഉടൻ അയക്കാമെന്നാണ് പറയുന്നത്. ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറയുന്നു. വട്ടിയൂർക്കാവിലെ മണ്ഡലത്തിലെ
തുറന്നേ ഉള്ളൂ, അവിടെ വോട്ടെണ്ണലിലേക്ക് കടക്കുന്നതേ ഉള്ളൂ എന്നുള്ള വിവരം അവിടെ നിന്ന് വരുന്നു വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നിന്ന്. ഈ കൗണ്ടിംഗ് സെന്ററുകളിൽ പ്രത്യേക സാഹചര്യങ്ങളും വ്യത്യസ്തമായ സാഹചര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ വട്ടിയൂർക്കാവിൽ ഇപ്പോൾ 7:58 ആയപ്പോഴേക്കും സ്ട്രോഗും തുറന്നതേ ഉള്ളൂ. അങ്ങനെ ചില തടസ്സങ്ങൾ വരുന്നുണ്ട് ചിലയിടങ്ങളിൽ. പോസ്റ്റൽ വോട്ടുകളുടെ ആദ്യ സൂചനകൾ ഒപ്പത്തിനൊപ്പം എന്ന ചിത്രമാണ് വരുന്നത്. 2-2 എന്ന സൂചനകൾ വരുന്നു. നോക്കുക, ഇത് തപാൽ വോട്ടുകളുടെ നേരിയ വോട്ടുകളുടെ വ്യത്യാസമാണ്. ഇത് പൊതുഫലത്തെ സ്വാധീനിക്കുന്ന കണക്കാവില്ല. ഇത് ചില സൂചനകൾ മാത്രമാണ്. നമുക്ക് EVM വോട്ടുകളിലേക്ക് വരുമ്പോൾ മാത്രമാണ് ആ ട്രെൻഡ് സൂചനകൾ കൃത്യമായി കിട്ടുക. ഇത് തപാൽ വോട്ടുകളാണ്. നമുക്കറിയാം സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അവർ ചിന്തിച്ചത് എങ്ങനെയെന്നതിന്റെ സൂചനകളാണ്. ഇടതു മുന്നണി 3 ഒരെണ്ണം കൂടി